ഓക്കെ, എൻ്റെ ടോപ്പിക് NLP ഓർ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. സോ എന്താണ് NLP എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പം നമ്മൾ ഒരു ഹ്യൂമൻ ലാംഗ്വേജസ് കമ്പ്യൂട്ടറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനും അതേപോലെ അറ്റ് ദ സെയിം ടൈം ഹ്യൂമൻ ലാംഗ്വേജസ് ജനറേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു AI ടെക്നോളജിയാണ് NLP എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ചാറ്റ് ബോട്ട്സ് ആണെങ്കിലും സെർച്ച് എഞ്ചിൻസിൽ, വിർച്വൽ അസിസ്റ്റൻസിൽ, അതേപോലെ സെന്റിമെന്റ് അനാലിസിസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. മെയിൻലി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഹ്യൂമൻസും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതിനാണ്. ഓക്കെ, ഇനി എന്താണ് മെയിൻലി NLPയുടെ അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ടാസ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. മെയിലിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ അത് സ്പാം ആണോ ഒരു ഹാം ആണോ എന്നുള്ളത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ സെന്റിമെന്റ് അനാലിസിസ് അതൊരു ടാസ്ക് ആണ്. അതായത് ഇപ്പം ഒരു റിവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവ് റിവ്യൂ ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ. പിന്നെ അതേപോലെ മെഷീൻ ട്രാൻസ്ലേഷൻ, അതായത് മെഷീൻ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജസ് ട്രാൻസ്ലേറ്റ് ചെയ്യില്ലേ, ഇംഗ്ലീഷ് ടു മലയാളം, മലയാളം ടു തമിഴ്, അങ്ങനെ അതാണ് ട്രാൻസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ ചാറ്റ് ബോട്ട്സ്, നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചാറ്റ് ബോട്ടിന് ഒരു എക്സാമ്പിൾ ആണ് ChatGPT ഒക്കെ. അതായത് നമുക്ക് വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ സ്പീച്ച് റെക്കഗ്നൈസേഷൻ, അതായത് ഒരു വോയിസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതാണ് ഇതിന്റെ മെയിൻ ടാസ്കുകൾ എന്ന് പറയുന്നത്. ഇനി ഈ NLP എന്ന് പറയുന്നത് നമ്മളിപ്പം ട്രഡീഷണൽ വേയിലാണ് ഇതിന്റെ പ്രോസസ്സിംഗ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന റിസൾട്ട് അത്രയും ആക്യുറേറ്റ് ആവണം എന്നില്ല. ബിക്കോസ് എന്താന്ന് വെച്ചാൽ ഇപ്പം മാനുവലി ഉള്ള കുറേ റൂൾസ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ പാറ്റേൺസ് അല്ലെങ്കിൽ ഗ്രാമർ അതിൻ്റെയൊക്കെ ബേസിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സോ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് വന്നു കഴിഞ്ഞാൽ അതിൽ അത്രയും ആക്യുറേറ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ ഇങ്ങനെയാകുമ്പോൾ ബുദ്ധിമുട്ടാവും. സോ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു AI ടെക്നോളജിയാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓൾറെഡി ന്യൂറൽ നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് വന്നാൽ പോലും നമുക്ക് കൂടുതലായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇനി മെയിൻലി ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു സ്ട്രക്ചർ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഒരു ഇൻപുട്ട് ലെയർ ഉണ്ടായിരിക്കും. അതായത് ടെക്സ്റ്റിന് അല്ലെങ്കിൽ ഒരു വേർഡ്, സെന്റൻസ് എന്താണെങ്കിലും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന എന്താണെങ്കിലും അതൊരു നമ്പർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വെക്ടറിലേക്കോ അത് കൺവേർട്ട് ചെയ്യും. ദെൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഹിഡൻ ലെയർ ആണ്. അതായത് ഹിഡൻ ലെയറിലായിരിക്കും അതിന്റെ സെൽഫ് ആയിട്ടുള്ള ലേണിംഗ് അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺസ്, ഗ്രാമർ, കോണ്ടെക്സ്റ്റ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ലെയർ ആണ്. അതിന്റെ പ്രഡിക്ഷൻസ് നടക്കും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സെന്റൻസ് കൊടുത്താൽ അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണോ എന്നൊക്കെ അത് പ്രെഡിക്റ്റ് ചെയ്യും. ഇതാണ് തേർഡ് ലെയർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇനി മെയിൻലി NLPയിൽ യൂസ് ചെയ്യുന്ന പോപ്പുലർ ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്സിന്റെ മോഡൽസ് എന്ന് പറയുന്നത് ഒന്ന് RNN, അതായത് റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്. റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ആയിട്ട് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പം ന്യൂറൽ നെറ്റ്വർക്കിന്റെ നോർമൽ ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട്, പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട്, ഇങ്ങനെയാണ് അതിന്റെ ഒരു ഡയറക്ഷൻ വരുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം RNNലേക്ക് വരുമ്പം ഇത് പ്രീവിയസ് ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെയും കൂടെ കൺസിഡർ ചെയ്യും. എന്നിട്ട് അതൊരു മെമ്മറി പോലെ അതിൽ സേവ് ചെയ്യും. അതായത് ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസ് വരെ അത് മെമ്മറിയിൽ ഉണ്ടാവും. ഇതാണ് RNN എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തൊരു മോഡലാണ് LSTM, അഥവാ ലോങ് ഷോർട്ട് ടേം മെമ്മറി. ഇത് RNNന്റെ തന്നെ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. അതായത് ലോങ് സെന്റൻസിനെയൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള ലോങ് സെന്റൻസിനെയൊക്കെ അത് മെമ്മറി ആയിട്ട് സേവ് ചെയ്യും, കീപ്പ് ചെയ്യും. അതേപോലെ അടുത്തൊരു മോഡലാണ് GRU എന്ന് പറയുന്നത്, അതായത് ഗേറ്റഡ് റിക്കറന്റ് യൂണിറ്റ്. അതായത് ISTM പോലെ തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ഫാസ്റ്റും സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഷനാണ് GRU എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒന്നാണ് CNN, അതായത് കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്. കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇമേജസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ്. സോ ഇതാണ് മെയിൻലി യൂസ് ചെയ്യുന്ന ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽസ് എന്ന് പറയുന്നത്. ഇനി NLP അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണുള്ളത് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും NLPയിൽ കുറേ ചാലഞ്ചസ് വരുന്നുണ്ട്. അതിൽ കുറേ ചാലഞ്ചസിൽ സം ചാലഞ്ചസ് ആണ്. ഒന്ന്, കോഡ് മിക്സിങ്. അതായത് ഇപ്പം രണ്ട് ലാംഗ്വേജസ് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് NLPയിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ഡാറ്റ സ്പേഴ്സിറ്റി. അതായത്
അപ്പം എല്ലാ ലാംഗ്വേജസിനും ഒരു കോഡ് അല്ലെങ്കിൽ ഡാറ്റ അവൈലബിൾ ആവണമെന്നില്ല. എല്ലാ ലാംഗ്വേജസിനും ഡാറ്റ അവൈലബിൾ ആവണമെന്നില്ല. സോ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അതിനെ ട്രെയിൻ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതേപോലെ അടുത്തൊരു ചലഞ്ചാണ് കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഹീസ് ടു ഹോട്ട് എന്ന് പറയുന്ന ഒരു സെന്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോട്ട് എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചറിനെയാണോ ലുക്കിനെയാണോ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻലി ഇതിന്റെ ചലഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ NLP എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻസും കമ്പ്യൂട്ടേഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു AI ടെക്നോളജിയാണ്. ഓക്കെ, താങ്ക് യു.